ഹായ്, മാർട്ടിൻ സ്കോർസെ സംവിധാനം ചെയ്ത ഒരു ക്ലാസിക് ക്രൈം ത്രില്ലർ മൂവിയാണ് കില്ലേഴ്സ് ഓഫ് ദി ഫ്ലവർ മൂൺ. 1920-കളിൽ അമേരിക്കയിൽ നടന്ന ഓസേജ് ഗോത്രത്തിൽപ്പെടുന്ന ആൾക്കാരുടെ കൊലപാതകത്തെക്കുറിച്ചിട്ടാണ് ഈ സിനിമയിൽ പറയുന്നത്. നമുക്കറിയാം, അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അല്ലെങ്കിൽ അമേരിക്കയിലെ വംശഹത്യ അല്ലെങ്കിൽ അമേരിക്ക നേരിട്ട് നടത്തിയിട്ടുള്ള കൊലപാതകങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കയോളം തന്നെ പഴക്കമുള്ള കാര്യങ്ങളാണ്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഉണ്ടായത് തന്നെ ഒരു വലിയ വംശഹത്യയിലൂടെയാണ്. റെഡ് ഇന്ത്യൻസിനെ അടിച്ചൊതുക്കിയതും ഇംഗ്ലണ്ടുകാർ വന്നിട്ട് അവിടെ കുടിയേറിയതൊക്കെ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു സംഭവത്തെയാണ് മാർട്ടിൻ സ്കോർസെസെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ സിനിമയിൽ കാണിച്ചു തന്നിട്ടുള്ളത്. പക്ഷേ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഈ സിനിമയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 മണിക്കൂർ 28 മറ്റോ ആണ്. 20 മിനിറ്റ്, 3 മണിക്കൂർ 20 മിനിറ്റിൽ കൂടുതലുണ്ട്. 3.5 മണിക്കൂറോളം ഈ സിനിമയുണ്ട്. അതിൽ 3 മണിക്കൂർ 18 മിനിറ്റോളം സിനിമ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞല്ല, ഇനി സിനിമയിലേക്ക് വരാം. അതായത് ഈ 17-ാം നൂറ്റാണ്ടുകളിൽ അമേരിക്കയിലെ മിസോറി മിസിസിപ്പി നദീതീരത്ത് താമസിച്ചു വന്നിരുന്ന ഒരു ഗോത്രവർഗ്ഗമാണ് ഈ ഓസേജ് എന്ന് പറയുന്നത്. അമേരിക്കൻ സിവിൽ വാറിന് ശേഷം, അതായത് ഒരു 870 ശേഷം ഈ ഓസേജ് ഗോത്രക്കാരെന്ത് ചെയ്തു? അവരുടെ ഭൂമി, അവരുടെ സ്ഥലം അമേരിക്കൻ ഗവൺമെൻറ്റിന് വിറ്റതിന് ശേഷം അമേരിക്കയിലെ തന്നെ ഒക്ലഹോമ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവർ വന്ന് സ്ഥലമൊക്കെ വാങ്ങി അങ്ങനെ താമസിച്ച് വരുന്ന സമയത്താണ് ഈ ഒക്ലഹോമയിൽ ഇവർ വാങ്ങിയിട്ടുള്ള സ്ഥലത്ത് പെട്രോളിയം നിക്ഷേപം ഉണ്ട് എന്നുള്ള കാര്യം കണ്ടെത്തും. പെട്രോളിയം നിക്ഷേപം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സമ്പത്താണല്ലേ. അപ്പോൾ ഈ പെട്രോളിയം ഖനനത്തിലൂടെ ഉണ്ടാക്കുന്ന പൈസയൊക്കെ ഈ ഓസേജ് ഗോത്രക്കാർക്ക് കിട്ടും. പക്ഷേ നമുക്കറിയാം, ഗോത്രവർഗ്ഗം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് പൈസ എങ്ങനെ വിനിയോഗിക്കണം, ഈ സമ്പത്ത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരേ ഐഡിയ ഇല്ല. വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഈ ഓസേജ് ഗോത്രക്കാരെന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ സമ്പത്ത് ഇവരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റാരും എടുത്തുകൊണ്ട് പോകാതിരിക്കാനായിട്ട് എന്ത് ചെയ്യും? അമേരിക്കൻ ഗവൺമെൻറ് അവിടെ വെള്ളക്കാരായിട്ടുള്ള ആൾക്കാരെ ഗൈഡായിട്ട് നിയമിക്കും. അതായത് ഇപ്പോൾ ഒരു ഓസേജ് ഗോത്രക്കാരന് ഏകദേശം ഒരു 600 ഏക്കറോളം സ്ഥലത്തിൻ്റെ ഉടമയാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ മേലുള്ള ഉടമസ്ഥാവകാശം ഇവർക്ക് മറ്റൊരാൾക്ക് വിൽക്കാൻ പറ്റില്ല. ഒരു വെള്ളക്കാരന് ഇവർക്ക് വിൽക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ തലമുറകളായിട്ട് ഇതിങ്ങനെ കൈമാറി കൊണ്ടുപോകാൻ മാത്രമേ ഇവർക്ക് പറ്റൂ. അപ്പോൾ ഇവരുടെ സമ്പത്തും കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ വിനിയോഗിക്കാനായിട്ട് ഒരു ഗൈഡിനെ കൂടി ഇവർ നിയമിക്കും. അതായത് അമേരിക്കൻ ഗവൺമെൻറ് നിയമിക്കും. അപ്പോൾ തലമുറകളായിട്ട് ഈ സ്വത്ത് കൈമാറ്റം ചെയ്യാൻ വേണ്ടി പറ്റും. ഈ കാര്യം മനസ്സിലാക്കിയ കുറേ വെള്ളക്കാരൻ ചെയ്യുന്നറിയോ, ഈ ഒക്ലഹോമയിലേക്ക് വന്നതിന് ശേഷം ഓസേജ് വർഗത്തിൽപ്പെടുന്ന സ്ത്രീകളെ കല്യാണം കഴിച്ച് വളരെ ഹാപ്പി ആയിട്ട് കൂടുതൽ ജോലിയൊന്നും ചെയ്യാതെ അടിച്ചു പൊളിച്ച് തടിയനങ്ങാതെ അങ്ങനെ ജീവിച്ചു പോകുന്നുണ്ടാകും. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ റോബർട്ട് ഡിനിറോ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഉള്ളത്. അതായത് ഒക്ലഹോമയിൽ ഇദ്ദേഹം അത്യാവശ്യം പ്രമുഖനായിട്ടുള്ള, അല്ലെങ്കിൽ ഈ കോടതിയിലും പോലീസിലും നിയമത്തിലും രാഷ്ട്രീയത്തിലൊക്കെ അത്യാവശ്യം പവർഫുള്ളായിട്ടുള്ള ഒരു പ്രമുഖൻ എന്ന് പറയാൻ പറ്റുന്നൊരു കഥാപാത്രമാണ് റോബർട്ട് ഡിനിറോയുടെ കഥാപാത്രം. വില്യം ഹെയിൽ കിങ്, അതാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. സ്വയം കിങ് എന്ന് മറ്റുള്ളവർ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം കൂടിയാണ് റോബർട്ട് ഡിനിറോയുടെ വില്യം ഹെയിൽ കിങ്. അപ്പോൾ ഈ വില്യം ഹെയിൽ കിങ്ങിൻ്റെ 2 അനന്തരവന്മാരാണ്, ഒരാൾ ബൈറണും മറ്റൊന്ന് ഏണസ്റ്റ് ബർഗനും. അപ്പോൾ ഏണസ്റ്റ് ബർഗൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് നമ്മുടെ ഡിക്കാപ്രിയോ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഡിക്കാപ്രിയോ ഒരു സോൾജറാണ്. എന്ന് വെച്ചാൽ ഇയാൾ 1-ാം ലോക മഹായുദ്ധകാലത്ത് ഫ്രഞ്ച് സൈന്യത്തിന് വേണ്ടിയിട്ടോ മറ്റോ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ, അതായത് ആ 1-ാം ലോക മഹായുദ്ധത്തിൽ കുക്കായിട്ട് പണിയെടുത്ത ഒരാളാണ് നമ്മുടെ ഡിക്കാപ്രിയോ അവതരിപ്പിക്കുന്ന ഏണസ്റ്റ് ബർഗൻ. അപ്പോൾ ഏണസ്റ്റ് ബർഗൻ എന്ത് ചെയ്യും? ഈ യുദ്ധത്തിന് ശേഷം, 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇവൻ്റെ അമ്മാവൻ്റെ അടുത്ത് വരും. അതായത് നമ്മുടെ ഹെയിൽ കിങ്ങിൻ്റെ അടുത്ത് വരും ഡീനറോയുടെ കഥാപാത്രം. അപ്പോൾ ഇയാൾക്ക് യുദ്ധത്തിൽ വെച്ച് എന്തോ ഒരു അപകടം പറ്റിയിട്ടുള്ളത് കൊണ്ട് തന്നെ തടിയനങ്ങിയിട്ട് വലിയ ജോലിയൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇയാളെ അവിടെ ഒരു ഡ്രൈവറായിട്ട് പണിയെടുക്കാനായിട്ട് ഇവർ സെറ്റാക്കും. അപ്പോൾ ഇയാൾ ഡ്രൈവറാണ്. അങ്ങനെ ഒക്ലഹോമയിൽ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ലില്ലി ഗ്ലാഡ്സ്റ്റൺ അവതരിപ്പിക്കുന്ന മോളി കെയ്ൻ എന്ന് പറയുന്ന ഓസേജ് വനിതയെ നമ്മുടെ ഡിക്കാപ്രിയോ കണ്ടുമുട്ടും. അങ്ങനെ അവർ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെയായി ഫാമിലിയായി ഇങ്ങനെ ജീവിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ മോളിക്ക് ഒരു 3-4 സിസ്റ്റേഴ്സ് ഉണ്ട്. അന്ന, അതുപോലെ തന്നെ റെറ്റെ, പിന്നെ വേറൊരാൾ കൂടി ഉണ്ടോ, ഞാൻ പേര് മറന്നുപോയി. അപ്പോൾ ഇവരുടെയൊക്കെ പേരിൽ സ്വന്തമായിട്ട് സ്ഥലവും അവർക്ക് ഒരുപാട് നിക്ഷേപവും സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ അതായത് ഇവരൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അവകാശിയായി വരേണ്ടത് സ്വാഭാവികമായിട്ടും നമ്മുടെ മോളിയാണ്. ഇതുകൂടി മനസ്സിൽ കണ്ടിട്ടാണ് നമ്മുടെ ഡിക്കാപ്രിയോ അല്ലെങ്കിൽ ഏണസ്റ്റ് ബർഗൻ ആരെ കല്യാണം കഴിച്ചത്? മോളിയെ കല്യാണം കഴിച്ചത്. അപ്പോൾ ഈ ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത് ഇവൻ്റെ അമ്മാവനാണ്, അതായത് ഹെയിൽ കിങ് ആണ്, റോബർട്ട് ഡിനിറോ. അപ്പോൾ ആ ഒരു സമയത്ത് ഒക്ലഹോമയിൽ ധാരാളം കൊലപാതകങ്ങൾ, പ്രത്യേകിച്ച് ഓസേജ് വംശക്കാരായിട്ടുള്ള സ്വന്തമായിട്ട് ഭൂമി അല്ലെങ്കിൽ ഹെഡ് റെസ്റ്റ് എന്ന് പറയും, ഈ ഒരു അധികാരം അല്ലെങ്കിൽ ഭൂമിക്ക് മേലുള്ള ഇവരുടെ അവകാശത്തെ ഹെഡ് റെസ്റ്റ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ സ്വന്തമായിട്ട് ഹെഡ് റെസ്റ്റ് ഉള്ള സമ്പത്തുള്ള ഓസേജ് ഗോത്രക്കാരൊക്കെ കൊല്ലപ്പെടുന്ന ഒരു സംഭവ വികാസം അവിടെ ഉണ്ടാകും. അപ്പോൾ ഇവരുടെ കൊലപാതകത്തിലൊന്നും ആർക്കും വലിയ സംശയമോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ സംശയിക്കപ്പെടാത്ത രീതിയിൽ ചില കൊലപാതകങ്ങളൊക്കെ അവിടെ നടക്കും. പക്ഷേ അതിന് കൃത്യമായിട്ട് അന്വേഷണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, ആർക്കും അങ്ങനെ പരാതിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു ഫാമിലിയിൽ തന്നെ പല ആൾക്കാർ ഇങ്ങനെ കൊല്ലപ്പെട്ട് വരും. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ മോളിയുടെ സിസ്റ്റേഴ്സ്
മരിച്ചു പോകും, അതിൽ 1-2 ആൾ മരിച്ചു പോകും, പിന്നെ അമ്മ മരിച്ചു പോകും. അങ്ങനെ ഇങ്ങനെ ഓരോ ആൾക്കാർ ഇങ്ങനെ മരണപ്പെട്ട് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മോളിക്ക് ഡൗട്ട് അടിക്കും. അപ്പോൾ മോളി ഹെൽത്തി ആയിട്ടുള്ള ഒരാളൊന്നുമല്ല, മോളിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്. അപ്പോൾ ഈ മോളിയെ ചികിത്സിക്കുന്നതും നമ്മുടെ ഈ ഡിക്കാപ്രിയോടെ ശിങ്കിടികളായിട്ടുള്ള അല്ലെങ്കിൽ റോബർട്ട് ഡീനോറൊക്കെ അറിയുന്ന ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇവരെ ചികിത്സിക്കുന്നത്. ചികിത്സ എന്ന് വെച്ചാൽ ഇവരെ ഫിസിക്കലി തളർത്താനായിട്ടുള്ള പല മരുന്നുകളും ഇവർ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഈ മോളി കൂടി മരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മൊത്തം അവകാശവും സ്വാഭാവികമായിട്ടും ഏണസ്റ്റ് ബർഗന് കിട്ടും. ഇത് പാരമ്പര്യമായിട്ട് ഈ അവകാശം കിട്ടും, അല്ലാതെ ഇവർക്ക് വിൽക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ ഈ സ്വത്തും കാര്യങ്ങളൊക്കെ വിദഗ്ധമായിട്ട് അടിച്ചു മാറ്റുക എന്നുള്ളതാണ് ഈ വെള്ളക്കാരായിട്ടുള്ള ആളുകളുടെ ഉദ്ദേശം. അതിന് വേണ്ടിയിട്ടാണ് ഇവരെ ഈ വനിതകളെ കല്യാണം കഴിച്ച് വിദഗ്ധമായിട്ട് ഒരു പ്രോസസ്സിലൂടെ കൊലപാതകമാണ് അല്ലെങ്കിൽ ഒരു മോഷണമാണ് എന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ ഇവരുടെ സ്വത്തും കാര്യങ്ങളൊക്കെ മോഷ്ടിച്ച് അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന ആ ഒരു തന്ത്രം. അങ്ങനെ മോളി ഒരു ദിവസം എന്ത് ചെയ്യും, ഈ ഒരു കേസ് അന്വേഷിക്കാനായിട്ട് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ ചുമതലപ്പെടുത്തും. അങ്ങനെ ഡിറ്റക്റ്റീവ് ഇങ്ങനെ കേസൊക്കെ അന്വേഷിച്ച് ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞ സമയത്ത് ഈ ഡിറ്റക്റ്റീവിനെ ആര് തട്ടിക്കളയും, നമ്മുടെ ഏണസ്റ്റ് ബർഗൻ തട്ടിക്കളയും. ഓക്കെ, അപ്പോൾ ഏണസ്റ്റ് ബർഗൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആർക്കറിയില്ല, മോളിക്കറിയില്ല. റോബർട്ട് ഡീനോറയെ കുറിച്ചിട്ടും പൊതുവേ അവിടെയുള്ള ഓസേജ് വംശക്കാരായിട്ടുള്ള ആളുകൾക്ക് വലിയ മതിപ്പാണ്. ഇയാൾ പൊളിറ്റിക്കലി വളരെ പവർഫുൾ ആയിട്ടുള്ള, പോലീസിലും കോടതിയിലൊക്കെ വലിയ പവർഫുൾ ആയിട്ടുള്ള എല്ലാവരുടെയും വിശ്വാസം നേടിയെടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ ഇയാളുടെ ഉള്ളിൽ ധാരാളം ഇതുപോലെ തന്നെ കുറേ തന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എന്ത് ചെയ്യും, മോളി ഓരോ ദിവസം കഴിയുന്തോറും ഒരു വീക്കായി വരും. ഇവർക്ക് പലതരത്തിലുള്ള മരുന്നും കാര്യങ്ങളൊക്കെ കുത്തിവെക്കുന്നുണ്ട്. ഇവർ ആരോഗ്യപരമായിട്ട് ക്ഷയിപ്പിക്കാനുള്ള ഓരോ തന്ത്രങ്ങളും ഇവരിങ്ങനെ മെനഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഘട്ടം കഴിയുന്ന സമയത്ത് ഈ മോളി എന്ത് ചെയ്യും, നേരെ വാഷിങ്ടൺ DC പോകും. എന്നിട്ട് അവിടുന്ന് അമേരിക്കൻ പ്രസിഡന്റിനെ കണ്ടതിന് ശേഷം ഇവരുടെ ഈ പ്രശ്നങ്ങൾ പറയും. അതായത് ഇവരുടെ ഗോത്രത്തിലുള്ള ഓരോ ആൾക്കാരും ഓരോ ദിവസം കഴിയുന്നതോറും മരണപ്പെട്ടു വരികയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ് എന്ത് ചെയ്യും, ഈ ഒരു കേസ് അന്വേഷിക്കാനായിട്ട് ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന ഒരു ടീമിനെ ചുമതലപ്പെടുത്തും. അങ്ങനെ അവർ ഈ ഒക്ലഹോമയിൽ വന്നതിന് ശേഷം ഒരു ടീമായിട്ട് വരും. എന്നിട്ട് ഈ കേസ് വിദഗ്ധമായിട്ട് അന്വേഷിച്ച് ഈ ടീമിനെ മൊത്തം പൊക്കും. അതായത് നമ്മുടെ ഏണസ്റ്റ് ബർഗൻ, ഡിക്കാപ്രിയോ, ഡിനീറോ, അങ്ങനെ കുറേ ആൾക്കാർ, ഇവരുടെ വാടക കൊലയാളികളായിട്ടുള്ള കുറച്ച് ആൾക്കാരെയൊക്കെ പിടിക്കും. അങ്ങനെ ഇവരുടെ ശിങ്കിടികളെ മൊത്തം അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇവരെ ട്രയലിൽ, അതായത് കോടതിയിൽ കൊണ്ടുപോകും, വിചാരണ നടത്തും. അങ്ങനെ ജയിലിലാകും ഇവർ. ഇപ്പോൾ ജയിലിലായതിനു ശേഷം പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ഒരു റേഡിയോ നാടകം പോലെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. ആ റേഡിയോ നാടകത്തിൻ്റെ ഭാഗത്ത് നമ്മുടെ മാർട്ടിൻ സ്കോർസെസെ സംവിധായകനും അവിടെ വരുന്നുണ്ട്. അതായത് അതിൽ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, വില്യം ഹെയിൽ കിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഏണസ്റ്റ് ബർഗനൊക്കെ കുറേ നാൾ ജയിലിൽ കിടന്നതിന് ശേഷം ഇവർക്ക് പരോൾ കിട്ടി ഇവർ പുറത്തു വരും. അതുപോലെ തന്നെ നമ്മുടെ മോളി കെയിൽ, അതായത് ലില്ലി ഗ്ലാഡ്സ്റ്റൺ അവതരിപ്പിക്കുന്ന കഥാപാത്രം, ഈ ഏണസ്റ്റ് ബർഗൻ ജയിലിന് ശേഷം ബർഗനെ ഇവർ ഡൈവേഴ്സ് ചെയ്യും, എന്നിട്ട് വേറൊരാളെ കല്യാണം കഴിക്കും. പക്ഷേ ഒരു 50 വയസ്സൊക്കെ ആകുന്ന സമയത്ത് അവർ മരിച്ചു പോകും. അങ്ങനെ അവരുടെ അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും മക്കളുടെയൊക്കെ ഇടയിലാണ് ഇവരെ സംസ്കരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ ഡിക്കാപ്രിയോയുടെ ഒരു മകള് മരിച്ചു കേട്ടോ. ഇയാൾ ജയിലിൽ കിടക്കുന്ന സമയത്ത് വില്ലഞ്ച് പോന്നിട്ട് ഒരു കുട്ടിയെല്ലാം മരിച്ചു പോകുന്ന സംഭവമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു വലിയ ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു കാര്യം. അതുപോലെ തന്നെ അമേരിക്കയിൽ തന്നെ നടന്ന ഒരു തുൾസ കലാപം, അതായത് കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ഒരു ഗോത്രത്തെ മൊത്തത്തിൽ വംശഹത്യ നടത്തിയ ഒരു സംഭവമൊക്കെ ഈ സിനിമയുടെ ഒരു ചെറിയൊരു ലെയറായിട്ട് സൈഡിൽ കൂടി പറഞ്ഞു പോകുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നൊന്നുമില്ല, പക്ഷേ ഒന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വളരെയധികം പൊളിറ്റിക്കലി പ്രാധാന്യമുള്ള അമേരിക്കയിൽ നടന്ന ഒരു വലിയ വംശഹത്യ അല്ലെങ്കിൽ കൊലപാതകത്തെ കുറിച്ച് പറയുന്നൊരു സിനിമയാണ് നമ്മുടെ മാർട്ടിൻ സ്കോർസെസയുടെ കില്ലേഴ്സ് ഓഫ് ദി ഫ്ലവർ മൂൺ. പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇത് ശരിക്കും ഒരു ഗാങ്സ്റ്റർ പടമാണ്. പക്ഷേ നമ്മൾ കണ്ടിട്ടുള്ള ടിപ്പിക്കൽ ഗാങ്സ്റ്റർ ടൈപ്പ് പടങ്ങളൊന്നുമല്ല. പക്ഷേ അമേരിക്കയിൽ നടന്ന വിദഗ്ധമായിട്ടുള്ള ഒരു കൊലപാതകത്തെ ഈ സിനിമ കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തും നമ്മുടെ വില്യം ഹെയിൽ കിങ്, അതായത് റോബർട്ട് ഡീനീറോ അവതരിപ്പിക്കുന്ന വില്യം ഹെയിൽ കിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ ഡിക്കാപ്രിയോയുടെ കഥാപാത്രം ഇതെന്തോ വലിയ മോശം കാര്യമാണെന്നുള്ള രീതിയിലല്ല, ഇതൊക്കെ എന്തോ നല്ല കാര്യമാണ്, ഈ സ്വത്തൊക്കെ നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചേരേണ്ടതാണ് എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ഇവർ ചെയ്യുന്നത്. ഒരിക്കലും ഒരു വില്ലൻ പരിവേഷമൊന്നും ഇവർക്ക് ഉണ്ടാവില്ല. ഇവരെന്തോ നല്ല കാര്യം ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ഈ കൊലപാതകം മൊത്തം ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ പറയണ്ടല്ലോ, റോബർട്ട് ഡിനീറോ അതുപോലെ തന്നെ ഡിക്കാപ്രിയോ, ഇവർ രണ്ടാളും ലെജൻസ് ആണ്. പക്ഷേ ഇവരുടെ കട്ടയ്ക്ക് പിടിച്ചു നിന്നാണ് നമ്മുടെ ലില്ലി ഗ്ലാഡ്സ്റ്റൺ ആണ്. നല്ല കിഡിലുമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അവരുടെ പെർഫോമൻസ് അതിഗംഭീരമായിരുന്നു കേട്ടോ. ഗംഭീരം വെച്ചാൽ അത് പ്രതിഫലിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. കിഡിലുമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം ഡ്യൂറേഷനാണ്. 3.5 മണിക്കൂർ നോക്കിയിരിക്കാൻ പക്ഷേ വലിയൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ബ്രേക്ക് എടുത്തിട്ടാണ് ഈ സിനിമ കണ്ടു തീർത്തത്. പക്ഷേ ബോറടിപ്പിക്കുകയൊന്നും ചെയ്യില്ല, ബോറിംഗ് അല്ല. പക്ഷേ ഈ സമയം ഇങ്ങനെ നീണ്ടു പോകുമ്പോഴത്തേക്ക് നമുക്കൊരു മടുപ്പ് അനുഭവപ്പെടുമല്ലോ. പക്ഷേ സിനിമയിൽ തന്നെ എൻഗേജ് ആയി നിൽക്കുന്ന ആളുകൾക്ക് ഒറ്റയിരിപ്പിൽ തന്നെ കണ്ടു തീർക്കാനും പറ്റുമായിരിക്കും. എനിക്കെന്തായാലും പറ്റിയിട്ടില്ല. അപ്പോൾ കണ്ടു നോക്കുക, ഒരു കിടിലൻ പടമാണ്.
റെഡ് ഇന്ത്യൻസിൻ്റെ ഒക്കെ ചില അവരുടേതായിട്ടുള്ളൊരു വേഷവും പിന്നെ അവരുടെ സംസ്കാരവും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ വേണ്ടി പറ്റും. ഒരു നല്ല സിനിമയാണ് കില്ലേഴ്സ് ഓഫ് ദി ഫ്ലവർ മൂൺ, ഡയറക്റ്റഡ് ബൈ ലെജൻഡറി ഡയറക്ടർ മാർട്ടിൻ സ്കോർസെസെ.